ബഹുമാന്യരായ കേനമിൻ്റെ പെരിയമ്പലത്തെ നേതാക്കളെ, എൻ്റെ മുമ്പിലിരിക്കുന്ന സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നല്ല ഒരു പ്രോഗ്രാം. ഒരു പക്ഷേ പഠിച്ച റബ്ബിൻ്റെ അനുഗ്രഹം ഈ മഴ വർഷിച്ചതും ഈ അനുഗ്രഹിച്ച പ്രോഗ്രാമിൻ്റെ ഭാഗം തന്നെ ആയിരിക്കാം. ഏതായാലും ഇൻഷാ അല്ലാഹ് ദാറുസ്സലാം മദ്രസഫിൻ്റെ കോണിപ്പടിയിലേക്ക് ഒരു സ്റ്റെപ്പും കൂടി കയറ്റി വെച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ഒരു വല്ലാത്ത അനുഗ്രഹത്തിൻ്റെ മുഹൂർത്തമാണ്, സന്തോഷത്തിൻ്റെ ദിനമാണ്, സംതൃപ്തിയുടെയും ആത്മാഭിമാനത്തിൻ്റെയും വല്ലാത്ത ഒരു നല്ല മുഹൂർത്തമാണ് ഇന്നിവിടെ നടന്നത്. ഇൻഷാ അല്ലാഹ് എനിക്ക് പറയാനുള്ളത് ഇവിടെ ഇരിക്കുന്ന ഉമ്മമാരോടും സഹോദരിമാരോടുമാണ്. നിങ്ങളെ കുട്ടികൾ പഠിക്കുന്ന ഒരു മദ്രസയാണ്, ഒരു സ്ഥാപനമാണ്. ആ ഒരു നല്ല ബോധത്തോടു കൂടി ഇതിനെ സ്നേഹിക്കാനും ഇതിനെ കൊണ്ടു നടക്കാനും നിങ്ങൾ മെനക്കെടണം. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞാനും അബ്ദുമാഷും ഈ മദ്രസയിലുള്ളിടത്തോളം കാലം കുട്ടികളെ അഭിവൃദ്ധിയിൽ നിന്ന് അവരുടെ പഠനത്തിൻ്റെ കാര്യത്തിൽ ഇസ്ലാമികപരമായി, കർമ്മശാസ്ത്രപരമായി, ചരിത്രപരമായി, അവരുടെ വിശ്വാസ ആദർശപരമായി ഉള്ള കാര്യങ്ങളിലൊക്കെ കഴിവിൻ്റെ പരമാവധി അവരെ ബോധവൽക്കരിക്കാനും അവരെ നന്നാക്കി എടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ വീട്ടിൽ നിന്ന് വേണ്ടതുപോലെയുള്ള നിങ്ങളുടെ ഭാഗത്തു നിന്ന് കിട്ടേണ്ട ഒരു പിന്തുണ അവർക്ക് ഇല്ല എന്നുള്ള സംശയമുണ്ട് ഞങ്ങൾക്ക്. സ്കൂളിൽ കുട്ടികൾ പഠിക്കാൻ, സ്കൂളിലേക്ക് ഒരു സ്പെഷ്യൽ ക്ലാസ് ഉണ്ടാകുമ്പോൾ എണീറ്റ് ഓടാൻ കുട്ടികൾ കാണിക്കുന്ന ധൃതി കാണുമ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നു, ഈ കുട്ടികൾ എന്തിനാ മതി നോക്കുന്നത്. കുട്ടികൾ ഒരു മണിക്കൂർ നേരം ഇരിക്കുമ്പോഴത്തേക്കും സ്കൂളിൻ്റെ കാര്യം പറയാൻ തുടങ്ങി. നിങ്ങൾ നല്ല ബോധത്തോടു കൂടി നമ്മുടെ സഹോദര സ്ഥാപനങ്ങളൊക്കെ, ഞാൻ പറയുന്നില്ല ആരാന്ന്, പല സ്ഥാപനങ്ങളും മദ്രസ നടത്തുമ്പോൾ അവർക്കൊക്കെ മദ്രസ കഴിഞ്ഞിട്ടേ സ്കൂളുള്ളൂ. മദ്രസ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ഡേ വെച്ചാൽ, ഞായറാഴ്ചകൾ വെച്ചാൽ പാരൻസിൻ്റെ ഭാഗത്തു നിന്നാണ് കൂടുതലും മദ്രസയുടെ സമയ സൗകര്യം അല്ലെങ്കിൽ കുട്ടികളുടെ പഠന സൗകര്യത്തിന് പോരാ, കുട്ടികളെ പഠിപ്പിക്കുന്ന രീതി പോരാ, കുട്ടികളെ പഠന നിലവാരം ഉയർത്തണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള സംസാരങ്ങളും വിവാദങ്ങളും വർത്തമാനങ്ങളും വരുന്നത്. പക്ഷെ നമ്മളെന്താ അറിയില്ല, നമ്മുടെ സഹോദരികൾ എന്താ അറിയില്ല, ആ രംഗത്ത് ഒന്നും കൂടി ശ്രദ്ധ വേണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ എത്രത്തോളം കൃത്യമായ വിമർശനങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വരുന്നോ, എത്രത്തോളം നിങ്ങൾ ചോദിക്കുന്നുവോ അതനുസരിച്ച് നിങ്ങളുടെ കുട്ടികൾക്ക് ഇവിടുന്ന് കിട്ടും എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാര്യമായ ഇടപെടലുകൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണം. ഇൻഷാ അല്ലാഹ് ഇത് ഈ ഒരു സ്ഥാപനം ഇവിടെ ഈ നിലക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മാനേജ്മെന്റ് കമ്മിറ്റിയോടും KNM പ്രവർത്തകരോടും ഇവിടെ ഇരിക്കുന്ന KNM പഴയകാല പ്രവർത്തകർ, അവരെ നമുക്ക് വിസ്മരിച്ചുകൂടാ. ഇത് ഒന്നുമല്ലാത്ത ഒരു സമയത്ത് ഇത്ര നല്ല ഒരു ബിൽഡിംഗ് സെറ്റപ്പ് ചെയ്യാനും ഇവിടെ ഇങ്ങനെ ഒരു കൂട്ടായ്മയിലൂടെ ഒരു മദ്രസ സംഘടിപ്പിച്ചുകൊണ്ട് അത് ഒരു മദ്രസ രൂപത്തിലാക്കി കൊണ്ടുവരാനും മുമ്പ് കാലത്ത് ഒരുപാട് ആളുകൾ ഒരുപാട് വിയർപ്പ് ഒഴുക്കിയതിൻ്റെ ഭാഗമാണ് ഇന്ന് ഈ ഇരിക്കുന്ന ഈ ഒരു നല്ല സെറ്റപ്പിൽ നമ്മൾ ഇന്ന് ഈ കാണുന്ന എല്ലാ രംഗങ്ങളും എത്തിപ്പെട്ടത് എന്നുകൂടി ഈ അവസരത്തിൽ നമ്മൾ ഓർക്കുക. പഴയ ആളുകൾക്ക്, ഇത് സംഭാവന ചെയ്തവർക്ക്, വഖഫ് ചെയ്തവർക്ക്, ഇതിനുവേണ്ടി വിയർപ്പൊഴുക്കിയവർക്ക്, ഇതിനുവേണ്ടി കഷ്ടപ്പാട് അനുഭവിച്ച എല്ലാ ആളുകൾക്കും, മരിച്ചുപോയവർക്കും, ഇന്ന് വാർദ്ധക്യം മൂലം, അസുഖം മൂലം പ്രയാസപ്പെടുന്ന ആളുകളൊക്കെ ഉണ്ടാവാം ആ കൂട്ടത്തിൽ, അവർക്കൊക്കെ വേണ്ടി ആത്മാർത്ഥമായി സർവ്വസമയങ്ങളിലും പ്രാർത്ഥന വേണമെന്നും കൂടി അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സർവ്വവിധ പിന്തുണയും എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.